വയനാട് ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന മൺസൂൺ ടൂറിസം കാർണിവലായ സ്പ്ലാഷ് 2025 തുടക്കമായി. സുൽത്താൻ ബത്തേരി സപ്താ റിസോർട്ടിൽ മന്ത്രി മുഹമ്മദ് റിയാസ് P2B മീറ്റ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയിൽ ഓഫ് സീസണായിരുന്ന മൺസൂൺ കാലത്ത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ സ്പ്ലാഷിന് തുടക്കം കുറിച്ചത്. സ്പ്ലാഷിന്റെ 12ാം പതിപ്പാണ് ഇത്തവണത്തേത്. സുൽത്താൻ ബത്തേരി സപ്താ റിസോർട്ടിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സ്പ്ലാഷ് 2025 ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ വിനോദസഞ്ചാര മേഖല വളർച്ചയുടെ പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആയുർവേദം ഉൾപ്പെടെ വെൽനസ് ടൂറിസം കോൺക്ലേവും ഈ വർഷത്തെ പരിപാടികളുടെ പട്ടികയിലുണ്ട്. ഇങ്ങനെ ഈ മേഖലയിലേക്ക് കൂടുതൽ സന്ദർശകരെയും സഞ്ചാരികളെയും ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. അത് ഏറ്റവും ശക്തമായി തന്നെ നമുക്ക് തുടരണം. വർഷം മുഴുവൻ ടൂറിസം എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. 2 ദിവസത്തെ B2B മീറ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വയനാട്, കണ്ണൂർ, കോഴിക്കോട്, ഊട്ടി, കൂർഗ്, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നായി 200-ലധികം സംരംഭകരാണ് സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത്. പ്രതിനിധികൾക്ക് വയനാട്ടിലെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അവസരമുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.